പക്ഷെ ഉച്ച കഴിഞ്ഞത്തേക്കും അവിടെ വണ്ടി വരാൻ പറഞ്ഞേക്കണ ബ്ലോക്ക് കാരണം വണ്ടി വരുന്നില്ല. അവസാനം നമ്മൾ താഴെ ഇറങ്ങി നിൽക്കാം. 3 മണി കഴിഞ്ഞിട്ട് ഇങ്ങനെ താഴെ ഇറങ്ങിയ 3:30 വണ്ടി വരില്ല. സാർ വലിയ ബ്ലോക്ക് സാർ, ഇവിടെ എത്താൻ ഇനി ലേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞ് ആകെ കോമഡി. അവസാനം നമ്മള് എനിക്ക് ഇനിയിപ്പോ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ഉള്ള വീട്ടിൽ പോകണ്ടെന്ന് നമ്മള് ഊബറും കിട്ടില്ല, ഓല വിളിച്ചിട്ട് ഞാൻ പോണത് ഒരു മറ്റേ ചന്ദനത്തിലേക്ക് കത്തിച്ചേക്കണ ഒരു ടവേറയില്, ബാസിയൊക്കെ പോണ ഒരു ഓട്ടോറിക്ഷയില്. അങ്ങനെ വെച്ചിട്ടാണ് നമ്മള് പോകുന്നത് ഉദീദിയുടെ വീട്ടിലേക്ക്. തമിഴ്നാട് CM-ന്റെ വീട്ടിലേക്കാണ് നമ്മള് പോകുന്നത്. വണ്ടി കയറിട്ടാ പറഞ്ഞത് മറ്റേ CM-ന്റെ വീട്ടിലേക്ക്. അപ്പൊ ഇയാളെ വണ്ടി എടുത്ത് ഇയാള് പോയപ്പോ ആദ്യം ഞങ്ങളൊരു വില ഉണ്ടാവില്ല, കുറച്ച് ദൂരം പോയി കണ സാർ നിജമം CM-ന്റെ വീട്ടിലേക്ക്. അപ്പൊ ആദ്യം CM-ന്റെ വീട്ടിൽ പോയി ഇവരെ കണ്ടു. അത് കഴിഞ്ഞ് അപ്പൊ ഒരു ഓട്ടം കൂടി ഉണ്ട് ചെറുത്. അടുത്തത് ഇവിടെ കമൽ ഹാസൻ കയ്യിന്ന് പോയി. രാത്രി ദിവസം ഫസ്റ്റ് വീക്കാണ് ഞങ്ങൾ നിന്നേക്കണേ. അപ്പൊ ഇവിടെ പടം ഓക്കെ ഞാൻ രസമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ തിയേറ്ററിൽ ഞാൻ വെറുതെ തിയേറ്ററിൽ ഞാൻ ബുക്ക് ചെയ്തിട്ട് ഞാൻ തിയേറ്ററിലേക്ക് പോകണമെന്നുണ്ട്. ഞാനും ബാസിയും കൂടി പോയി. ബാസി തിയേറ്ററിൽ കരച്ചില്. ഞാൻ ഇത്രയും മറ്റേ ബാസി മറ്റേ എന്താണ് ബാസി മറ്റേ തിയേറ്ററിൽ ബാസി കരച്ചിലായത്. ഞാൻ കരയണം പറ്റുള്ളടാ, നാട്ടിൽ തമിഴ്നാട്ട് ആൾക്കാര് ഇങ്ങനെ നമ്മുടെ പുറത്തെ ഏറ്റെടുക്കണമെങ്കിൽ പറ്റുള്ളടാ. നിന്റെ കരിയർ ബെസ്റ്റ് പടമാണെന്ന് ആദ്യം പറഞ്ഞത് രോമാഞ്ചത്തിനെ പറ്റിയായിരുന്നു അച്ഛൻ ക്യാരക്ടർ. പിന്നീട് ബ്രഹ്മയുഗം ഇറങ്ങിയപ്പോ ആണ് ഈ പടം നീ നന്നായിട്ട് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണ കണ്ടുമ്പോ ഓക്കെയാണ്, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ മാത്രം സംസാരിക്കാറുള്ളൂ. പക്ഷെ ഈ 2 പടങ്ങളും ഭയങ്കരമായിട്ട് അച്ഛൻ സംസാരിച്ച പടങ്ങളാണ്. കഴിഞ്ഞ വർഷം ബ്രഹ്മയുഗം എനിക്ക് കണ്ടിട്ട് എനിക്ക് ആവേശം കണ്ടതിൽ എനിക്ക് ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടി. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തുകൊണ്ട് സിനിമയാണ്. മഞ്ഞുമൽ ബോയ്സ് രോമാഞ്ചം വന്നു. സ്വന്തം സിനിമ അല്ലാത്ത മറ്റൊരു സിനിമ മഞ്ഞുമൽ വളരെ നന്നായിരുന്നു. ബാലുചേട്ടൻ, മഹേഷ് ചേട്ടൻ, അനശ്വര ആൻഡ് അർജുൻ ചേട്ടൻ 4 പേരുമാണ് മീഡിയാനോട് കൂടെ ഉള്ളത്. പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളാണ്. 2025 സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ പുണ്യാളനോടൊപ്പമാണ്. എന്താണ് പുണ്യാളൻ, എന്തൊക്കെയാണ് അതിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്? പുണ്യാളൻ ഒരു കോമഡി ഫാന്റസി ത്രില്ലർ ടൈപ്പ് ഓഫ് പരിപാടിയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത് തന്നെ ഫാന്റസി കോമഡി ത്രില്ലർ ടൈപ്പ് ഓഫ് ജോണറുള്ള ഒരു പടമാണ്. ആദ്യം ഞാൻ വിശദമായി ചോദിച്ചപ്പോ ഒറ്റ വാക്കിൽ പറഞ്ഞു. അതില് വ്യത്യസ്തമായ ക്യാരക്ടേഴ്സാണ്. അർജുൻ ചേട്ടനെ നിങ്ങൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ക്യാരക്ടറായിരിക്കും. ബാലുചേട്ടൻ ഇതുവരെ ചെയ്യാത്ത ക്യാരക്ടർ. അനശ്വരയ്ക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വരുന്ന ഒരു പടമാണ്. ഒരു ത്രില്ലർ മൂഡുള്ള കുറച്ച് കോമഡിയും ഒക്കെ ആയിട്ടുള്ളൊരു പരിപാടിയാണ്. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു പടമായിരിക്കും. ഇതില് ഫസ്റ്റ് ലുക്ക് വന്ന സമയത്ത് ഇവര് 3 പേരും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. അത് സെറ്റിലും അതേപോലെ ചിത്രത്തിലും എത്രത്തോളം റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്? അതാണ് മെയിൻ പരിപാടി. എങ്ങനെയുണ്ടായിരുന്നു ഇവര് 3 പേരെയും കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്? അടിപൊളിയാണ്. ഇവര് 3 പേരും ഭയങ്കര ഫ്രണ്ട്സാണ്. അർജുൻ അല്ല, എല്ലാവരും കൂടെ ഒന്നിച്ചു ഒന്നിച്ചുള്ള നിങ്ങളുടെ ഒരു പ്രോസസ് എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും കൂടെ ഒന്നിച്ച് സെറ്റിനകത്ത് ഉള്ളൊരു ഇത് ബേസിക്കലി നമ്മുടെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വരുന്നു. ഈ സംഭവം നമ്മൾ ഭയങ്കര ആഗ്രഹിച്ച് മറ്റേ മാനിഫെസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കുന്ന പരിപാടിയാണ് ഇതെല്ലാം. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ സുഹൃത്തുക്കളോട് അഭിനയിക്കുക എന്നുള്ളത് മറ്റേ പ്ലസ് ആണ്, എല്ലാം ബോണസ് ആണ് ഇതെല്ലാം. അപ്പോൾ അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അച്ഛനോട് അഭിനയിക്കാൻ എൻ്റെ സുഹൃത്താണ്, അനിയനാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. അപ്പോൾ അച്ഛനോട് അഭിനയിക്കാൻ പറ്റുന്നു. പിന്നെ അനു, ഞാൻ ആക്ച്വലി നമ്മള് ഈ പടത്തിന് ഷൂട്ടിന് ചെന്നപ്പോഴാണ് ഇവിടെ പരിചയപ്പെടുന്നത്. പക്ഷെ അപ്പോഴാണ് ഇങ്ങനത്തെ വേറൊരു ഐറ്റം ഞങ്ങളെ പരിചയപ്പെടാൻ പറ്റിയില്ലല്ലോ മനസ്സിലാക്കുന്നത്. അനു, അല്ല അമ്മ, എല്ലാരും നമ്മുടെ
ഇപ്പൊ അമ്മയും ഞങ്ങളെ കൂട്ടുകാർ തന്നെയാണ്. അപ്പൊ അത് ഭയങ്കര സുഖമുള്ള പരിപാടിയാണ്. സുഹൃത്തുക്കളുടെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു പരിപാടി ചെയ്യുക, രസമുള്ളൊരു സംഭവം. ഇവരുടെ ഇടയിലേക്ക് അനശ്വര ആദ്യമായിട്ടാണ് ഈ ഒരു കൂട്ടത്തിന്റെ ഉള്ളിലേക്ക് പെട്ടത്. എങ്ങനെയുണ്ടായിരുന്നു യുവർ എക്സ്പീരിയൻസ് വിത്ത് ദിസ് ടീം? അർജുന്റെ കൂടെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാലുചേട്ടൻ്റെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ ആണ് നമ്മൾ നേരിട്ട് കാണുന്നത്. അപ്പോൾ ഷോട്ടിന്റെ ഇടയിലാണെങ്കിൽ കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇംപ്രൂവൈസ് ചെയ്ത് അങ്ങനെ ഒരു വൈബിലാണ് നമ്മളെല്ലാവരും, ഒരു ഓളത്തിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് മൊത്തത്തിൽ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? ലൈക്ക് ഒരു എനിക്ക് പ്രത്യേകമായിട്ട് തോന്നിയത് ഇതിനകത്ത് കോസ്റ്റ്യൂമാണ് അർജുൻ ചേട്ടന്റെ. ഇത്ര സാധാരണ മണാലിയിലൊക്കെ പോകുന്ന ആൾക്കാർ ഇടുന്ന പോലത്തെ ഒരു കോസ്റ്റ്യൂം, അത് ഈ ഒരു ടെറൈനിൽ ഇട്ടിട്ട് ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? ഏറ്റവും കോമഡി എന്ന് പറഞ്ഞാൽ നവംബർ ഡിസംബർ ആണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അവിടെ ഭയങ്കര തണുപ്പാണ്. നമ്മൾ ഫുള്ള് തണുത്ത് വിറച്ചിരിക്കുമ്പോൾ അച്ചുവേട്ടനും മറ്റേ നല്ല തണുപ്പ്. പുറത്തിറങ്ങുമ്പോ ലൊക്കേഷന്റെ അകത്ത് കയറി കഴിയുമ്പോൾ നല്ല ചൂടാ. ഞങ്ങൾ തന്നെ രണ്ടുപേരും നല്ല വേർത്ത് കുളിക്കുന്ന അവസ്ഥയായിരുന്നു. അതൊരു നമ്മുടെ റൂമിന് ഒരു കുറച്ച് അധികം ഒരു 60% പള്ളി അച്ഛൻ്റെ റൂമിലാണ്. അതൊരു ബ്രിട്ടീഷ് കൺസ്ട്രക്ഷൻ ടൈപ്പ് ഓഫ് പരിപാടിയാണ്. അപ്പൊ അവിടെ അതിന്റെ അകത്ത് ചൂടാണ്. അപ്പൊ ഈ ക്യാരക്ടറിന്റെ ബേസിക്കലി ഈ കോസ്റ്റ്യൂമിന് ഭയങ്കര പ്രാധാന്യമുള്ള പരിപാടിയാണ്. ഇയാള് കള്ളനാണെന്ന് വെച്ചാൽ കള്ളനായിരിക്കും, ഇപ്പൊ വേറെ എന്തെങ്കിലും ആളാണെന്ന് വെച്ചാൽ ചാർലി ഒന്നല്ല. ഇതില് ഒന്നുമില്ല, ആൾക്ക് മറ്റേ ആന്റിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നതും അടിച്ചു മാറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു കള്ളനാണ്. അപ്പൊ അതാണ് ആ കണ്ണടയൊക്കെ, പഴകിയ കണ്ണടയൊക്കെയാണ്. അതൊക്കെ ഉണ്ടാക്കിയത് മുപ്പരുടെ ഐഡിയ തന്നെയാണ്, മഹേഷ് മച്ചാന്റെ ഐഡിയ തന്നെയാണ്. കോസ്റ്റ്യൂമും മാലയും അത് ഔട്ട്ലുക്ക് അങ്ങനെ തന്നെ വേണം. അപ്പൊ എനിക്കൊക്കെ ആദ്യം ഭയങ്കര മടിയായിരുന്നു ഇടാനായിട്ട്. ഭയങ്കര സന്തോഷം എല്ലാരും അതിനെ ഇങ്ങനെ അത് നല്ലതായി ആൾക്കാരത് കണ്ടപ്പോ രസമായിട്ട് പറയുന്നുണ്ട്. വലിയ മോശം പറയാനുള്ള എസ്തെറ്റിക് ഉള്ള ഈ ഒരു സിനിമ ആദ്യത്തെ സിനിമയിലേക്ക് എത്താണല്ലോ. അപ്പൊ മുന്നേ ഷോർട്ട് ഫിലിമുകളിലാണെങ്കിലും പരസ്യ ചിത്രങ്ങളിലാണെങ്കിലും സജീവമായിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കിട്ടിയ ഒരുപാട് എക്സ്പീരിയൻസുമായിട്ട് ആദ്യത്തെ സിനിമയായിട്ട് ഒരുപാട് കാലത്തെ യാത്ര കൂടിയാണ്. അത് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഹൗ ഡു യു ഫീൽ? ഈ ഒരു ഇത്രയും കാലമിട്ട ഒരു എഫേർട്ടിനുള്ള ഒരു തിരിച്ചു കിട്ടൽ കൂടിയാണല്ലോ, എന്താ തോന്നുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആഡ്സ് ചെയ്യുന്നു, ഷോർട്ട് ഫിലിം ചെയ്യുന്നു, അതിൽ ആ ഒരു ധൈര്യം വെച്ചിട്ടാണ് സിനിമ ചെയ്യാനായിട്ട് ഇറങ്ങുന്നത്. പക്ഷെ സിനിമ എൻ്റെ ഡിഫറെൻ്റ് ഒരു പരിപാടി തന്നെയാണ്. അത് സിനിമ ചെയ്തപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഒരു പുതിയ ഒരു സംവിധായകന് അനുഭവിക്കേണ്ടി വരുന്ന അത്ര സ്ട്രെസ്സും പരിപാടികളൊന്നും വലുതായിട്ട് വന്നില്ല. ജേണി ഭയങ്കര വലുതായിരുന്നു. 10-15 കൊല്ലം ഒരുപാട് സ്ക്രിപ്റ്റ് എഴുതുകയും കുറേ ആർട്ടിസ്റ്റുകൾ പറയാൻ നടക്കുകയും പ്രൊഡ്യൂസറിനെ അപ്രോച്ച് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ പുണ്യാളം എന്ന് പറഞ്ഞ പ്രോസസ്സ് അടിപൊളിയായിരുന്നു. കാരണം എൻ്റെ പ്രൊഡക്ഷൻ സൈഡ് ഞാൻ ഒരുപാട് പരസ്യങ്ങൾ ചെയ്തു കൊടുത്ത ഒരു കമ്പനിയാണ് ലിഗോ ജോൺ എന്ന് പറഞ്ഞിട്ട്. പുള്ളിയാണ് എൻ്റെ ശരിക്കും പുണ്യാളം. പുള്ളി അടിപൊളിയായിരുന്നു. സോ പിന്നെ ബാലചേട്ടനും അർജുൻ ചേട്ടനും അനശ്വരയൊക്കെ ഭയങ്കര കൂൾ ഒരു ടീമിൻ്റെ കൂടെ. രഞ്ജി പണിക്കർ സാർ, വൈചേട്ടൻ, വിനീത് വിശ്വം, അങ്ങനെ കുറേ ആളുകളുണ്ട് കേരളത്തിൽ. പിന്നെ എൻ്റെ ടീം അടിപൊളിയായിരുന്നു. DOP ആയാലും റൈറ്റർ ആയാലും നമ്മുടെ ആർട്ട് ഡയറക്ടർ എല്ലാ ഒരു അങ്ങനെ സംഭവിച്ചു. ഒരു നല്ല സിനിമ ചെയ്യാൻ പറ്റി, നല്ല ആളുകളുടെ കൂടെ. ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ലൈക്ക് 3 ക്യാരക്ടറിലൂടെയാണ് മെയിനായിട്ട് സിനിമ പോകുന്നത്. ചെറിയ ഒരു സ്പേസിനകത്തുള്ള ഒരു സംഭവമായിട്ടാണ് ഫീൽ ചെയ്തത് അന്ന് തോന്നുന്നു. ഡീകോഡിങ് അല്ല, ലൈക്ക് ട്രെയിലർ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും വന്ന തോട്ടാണ്. അപ്പം ഈ ഒരു ചെറിയ ക്രൂ ലൈക്ക് ചെറിയ ആളുകൾ, ചെറിയ സ്ഥലം, അത് കൂടുതൽ സംഭവബഹുലമായിട്ട് പോകുന്ന ഒരു വൈബ് ഉണ്ടല്ലോ. ആ സെറ്റിലെ വൈബ് നിങ്ങൾക്ക് അത് തന്നിട്ടുള്ള ഒരു ഹോപ്പില്ലേ, അത് എത്രത്തോളായിരുന്നു? ഹോപ്പ് ആക്ച്വലി സിനിമ ചെയ്യുന്നതിന് മുമ്പാണ് നമുക്ക് ഉണ്ടാവണ. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ കമ്മിറ്റ് ചെയ്യാൻ നമ്മള് നിന്നത്. കാര്യം ഒരു ഇങ്ങനത്തെ ഒരു കാസ്റ്റും പ്ലസ് ഇങ്ങനത്തെ ഒരു രസമുള്ളൊരു കഥയും വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. കൂടാതെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പ്ലസ് എന്ന് പറയുന്നത് ഒരുപാട് നല്ല ബാക്കി ഇപ്പൊ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും ക്യാമറമാനും മറ്റേ അടിപൊളി മച്ചാനായിരുന്നു. അപ്പൊ ഇവരെല്ലാരും നമ്മള് വലിയൊരു ഗ്രൂപ്പ് നമുക്ക് കിട്ടുമ്പോ, എല്ലാം നല്ല കഴിവുള്ള നല്ല രസമുള്ള ഗ്രൂപ്പിനെ കിട്ടുമ്പോ ഒരു നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം അപ്പോഴേ ഉണ്ടായിരുന്നു. ചെയ്തു തുടങ്ങിയപ്പോൾ നമുക്ക് അത് ആ വിശ്വാസം കുറച്ചും കൂടി എന്നേ പറയാൻ പറ്റുള്ളൂ.
ഇപ്പോൾ ഈ ഒരു ത്രില്ലർ കോമഡി എന്ന് പറയുന്ന സമയത്ത് കോമഡികളൊക്കെ ഈ ഒരു സമയത്ത് സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാവുന്നുണ്ട്, ആളുകൾ അതിനെ വിമർശിക്കുന്നുണ്ട്, ആളുകൾ നല്ല തമാശകളാണെങ്കിൽ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒരു കോമഡി പടം ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ടെൻഷനുള്ള കാര്യമാണല്ലോ. അത് എഴുത്തിലും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിലും നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത്? ആക്ച്വലി ഇത് പ്യുവർ കോമഡി മാത്രമുള്ള ഒരു സിനിമയല്ല. ഏത് സിനിമ ചെയ്യാനും ടെൻഷനുള്ള പരിപാടി തന്നെയാണ്. ഇത് കോമഡി ആവട്ടെ ത്രില്ലർ ആവട്ടെ. ഇതൊരു ഫാൻറ്റസി ടൈപ്പ് ഓഫ് ഫാൻറ്റസി കോമഡി ത്രില്ലർ അങ്ങനെ ഒരു മിക്സ് വരുന്നൊരു പരിപാടിയാണ്. സോ എല്ലാ ടൈപ്പ് ഓഫ് പരിപാടി ചെയ്യാനും ടെൻഷൻ ഉണ്ടാവും എല്ലാ ഡയറക്ടേഴ്സിനും. അത് പുതിയ ഡയറക്ടർ ആകുമ്പോൾ കുറച്ച് കൂടുതലുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് അതെങ്ങനെ ഫീൽ ചെയ്ത്? ഒരു കോമഡി റിഫ്ലക്റ്റ് അനുവിനടുത്താണ് ഇല്ല, ഞാൻ നോക്കിയത് നോക്കണ്ട. അതെ, ഇതിന്റെ സ്ക്രിപ്റ്റ് കേൾക്കും എന്ത് കാര്യം ഉണ്ടാക്കി വരുന്ന സമയത്ത് ഇതിന്റെ സ്ക്രിപ്റ്റ് കേൾക്കുന്ന സമയത്ത് ഭയങ്കര രസം തോന്നിയ ഒരു ക്യാരക്ടറും സ്റ്റോറി ലൈനൊക്കെ ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഇത് എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇതൊരു സിനിമയായിട്ട് വരുമ്പോൾ ഞാൻ ഒരു മൈൻഡിൽ കണ്ടതിലും ഡിഫറെൻ്റ് ആയിട്ടാണ് പരിപാടി മൊത്തത്തിൽ വന്നേക്കുന്നത്. വേറൊരു വേൾഡ്, വേറൊരു യൂണിവേഴ്സാണ് അവിടെ അവിടെയുള്ള ഒരു പള്ളിയിലച്ഛൻ, അവിടുത്തെ കപ്പ്യാര്, അവിടെ എത്തുന്ന ഒരു കള്ളൻ, അവിടുത്തെ ഒരു ക്യാരക്ടർ, ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ, അങ്ങനെയാണ് അതിൽ വരുന്ന കുറേ ഹ്യൂമർ എലമെന്റ്സ് പടത്തിലത് എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഒരു വേറെ തന്നെ ഒരു യൂണിവേഴ്സും അവിടെയുള്ള കുഞ്ഞു കുഞ്ഞു തമാശകൾ, അതേപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ത്രില്ലർ സ്വഭാവത്തിലും കൂടി പടം പോകുന്നുണ്ട്. ആക്ച്വലി അനു പറഞ്ഞ പോലെ ഇപ്പൊ കഥ കേട്ടപ്പോൾ നമുക്കൊരു ബേസിക് ഐഡിയ വരുമല്ലോ, ഇങ്ങനത്തെ റൂം ആയിരിക്കും, ഇങ്ങനത്തെ ഒരു പരിപാടി ആയിരിക്കും, ഇങ്ങനത്തെ ഒരു പള്ളിയായിരിക്കും. പക്ഷെ ലൊക്കേഷനിൽ എത്തിയപ്പോൾ ഇവര് സെറ്റ് ചെയ്ത് കണ്ടപ്പോൾ ആക്ച്വലി ഭയങ്കര സന്തോഷമായി. കാരണം ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു ഇവർ ആർട്ട് പരമായിട്ട് ചെയ്തത്. നല്ല രസം ഉണ്ടായി കാണാൻ. അപ്പൊ അതിൽ തന്നെ പകുതി ആൾക്കാർക്ക് ഒരു വിഷ്വലി നല്ല രസം ട്രീറ്റ് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം കിട്ടി. പിന്നെ ബാക്കി നമ്മുടെ അഭിനയത്തിന്റെ ടെൻഷൻ മാത്രം. അതിന് അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു മ്യൂസിക് കൂടെ ഉണ്ട്. പുഷ്പയ്ക്ക് ശേഷം വരുന്ന ഒരു സിനിമ കൂടെയാണല്ലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. ഹൗ ഇസ് ദാറ്റ്? സാംസിയസിനെ എങ്ങനെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നു? അത് തന്നെ, ഇവരെ ചാക്കിലാക്കി പോലെ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു അഭിപ്രായമാണ് എല്ലായിടത്തും വന്നത്. അപ്പോൾ സോ ഏറ്റവും നല്ലൊരു മ്യൂസിക് ഡയറക്ടറിനെ തന്നെ കൊണ്ടുവരണം എന്നുള്ളൊരിതിൽ ഈ സാംസിയസ് എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ അങ്ങനെ ഓടി നടന്ന് ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ആളല്ല, അറിയാമല്ലോ. പുഷ്പ പോലത്തെ അത്രയും വലിയ പടങ്ങൾ ചെയ്യുന്ന ആളാണ്. അപ്പോൾ സോ അതെ, കുഞ്ഞാളെ പോലെ അങ്ങനെ പുള്ളിയുടെ ഒരു ടീം വന്ന് പടം കണ്ടു. പുള്ളി നല്ല എക്സൈറ്റഡ് ആയി. അങ്ങനെയാണ് പുള്ളി ഈ പടത്തിലേക്ക് കമ്മിറ്റ് ആവുന്നത്. എനിക്ക് ഇപ്പോൾ ഒരു പുതിയ സംവിധായകൻ പുള്ളി ഒരുപാട് 2-3 വെർഷൻസ് നമുക്ക് ചെയ്ത് കാണിച്ചു തരും. ഒരു പുതിയ ആളെ അപ്രോച്ച് ചെയ്യുന്ന പോലെ അല്ല പുള്ളി. അങ്ങനെ ഗംഭീര ക്യാരക്ടറാണ്. പിന്നെ പുള്ളി മലയാളിയാണ്, ആർക്കും അറിയില്ല, മൂന്നാറുകാരനാണ്. മൂന്നാറിന്ന് വന്ന് പടം കാണാൻ ചെന്നൈയിലാണ് ഇപ്പോൾ, മലയാളിയാണ് ആക്ച്വലി. ഈ കഴിഞ്ഞ വർഷം 2024 എന്ന് പറയുന്നത് നിങ്ങൾ 3 പേർക്കും വളരെ സ്പെഷ്യലാണ്. അപ്പം അനശ്വര നായികയായിട്ടുള്ള ഒരുപാട് സിനിമകൾ വന്നു, ഹിറ്റ് സിനിമകളുണ്ടായി. മോണോക്രോമിലൊരു സിനിമ വന്നതിൽ നായകനാവുന്നു, ഇൻഡസ്ട്രിയിൽ ഹിറ്റിൽ ഭാഗമാവുന്നു. അപ്പോൾ 2024 നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരുപാട് മെമ്മറീസ് ഉണ്ടാവുമല്ലോ, ഗുഡ് മെമ്മറീസ്, അത് ഷെയർ ചെയ്യാമോ? എൻ്റെ ഏറ്റവും ബെസ്റ്റ് മെമ്മറി ഇപ്പം ഇവിടത്തെ ഒരു സെലിബ്രേഷനും സിനിമയുടെ സെലിബ്രേഷനും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഔട്ട് ഓഫ് കേരള ആ പരിപാടി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. അത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയായിരുന്നു. കാര്യം തമിഴ്നാട്ടിൽ പോകുന്നു, തമിഴ്നാട്ട് നമ്മൾക്ക് അറിയില്ലായിരുന്നു. കാര്യം ഒരു ഫസ്റ്റ് വീക്ക് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ കമൽ സാർ, ഞങ്ങളത് പറഞ്ഞേക്കണ കാര്യമായിരുന്നു. കാര്യം ഈ പടം പറഞ്ഞിട്ട് കമൽ സാറെ വിളിക്കണമല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ഇടയിൽ തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ശരിക്കും ആ സാധനം ഞങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് വിളിച്ച പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. കാര്യം ഒരു ദിവസം വൈകിട്ടിരിക്കുമ്പോ ഗഡുവിനെ വിളിച്ചിട്ട് എന്നെ കമൽ സാർ ഇപ്പൊ ശരിക്കും വിളിച്ചു, നമ്മളന്ന് പറഞ്ഞ പോലെ ശരി കമൽ സാർ വിളിച്ചു, എന്നിട്ട് നമ്മളെ കാണണമെന്ന് പറഞ്ഞു, അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു, പോണവിടെ ശരിക്കും വിളിച്ചു എന്നിട്ട് ഞങ്ങൾ അങ്ങനെ പോയായിരുന്നു. അവിടെ പോയതും ഭയങ്കര രസമുള്ളൊരു പരിപാടിയായിരുന്നു. കാര്യം നമുക്കവിടെ ചെന്നൈയാണ്, ഫുൾ ബ്ലോക്ക് പരിപാടി. നമുക്കൊരു വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലിയ വണ്ടിയൊക്കെ പറഞ്ഞ് വണ്ടി വരാൻ ലേറ്റ് ആയി. അപ്പൊ വണ്ടി ഇല്ല പോവാൻ അങ്ങോട്ട്. അപ്പൊ ആദ്യം നമ്മുടെ CMന്റെ വീട്ടില്
ഉദയനിധി സ്റ്റാലിന്റെ വീട്ടില് CM സ്റ്റാലിൻ ഉദയനിധി നമ്മളെ കാണണമെന്ന് പറഞ്ഞേക്കണു. അപ്പോൾ അവിടെ ഒരു മീറ്റിംഗ് ഒരു 4 മണിക്ക് പറഞ്ഞേക്കണു. അത് കഴിഞ്ഞിട്ട് കമൽ സാറിനെ കാണുമ്പോ ഇന്ന് വൈകിട്ട് CMന്റെ വീട്ടിൽ, അത് കഴിഞ്ഞിട്ട് കമൽ സാറിന്റെ വീട്ടിൽ, ആ വീട്ടിലാണ് നമ്മള് മറ്റേ രാവിലെ തുടങ്ങിയേക്കണേ. പക്ഷെ ഉച്ച കഴിഞ്ഞത്തേക്കും അവിടെ വണ്ടി വരാൻ പറഞ്ഞേക്കണ ബ്ലോക്ക് കാരണം വണ്ടി വരുന്നില്ല. അവസാനം നമ്മൾ താഴെ ഇറങ്ങി നിൽക്കാം. 3 മണി കഴിഞ്ഞിട്ട് ഇങ്ങനെ താഴെ ഇറങ്ങിയ 3:30 വണ്ടി വന്നില്ല. സാർ വലിയ ബ്ലോക്ക് സാർ, ഇവിടെ എത്താൻ ഇനിയും ലേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞ് ആകെ കോമഡി. അവസാനം നമ്മള് എനിക്ക് ഇനിയിപ്പോ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ഉള്ള വീട്ടിൽ പോകണ്ടെന്ന് നമ്മള് ഊബർ വിളിച്ചു. ഊബറും കിട്ടില്ല, ഓല വിളിച്ചിട്ട് ഞാൻ പോണത് ഒരു മറ്റേ ചന്ദനത്തിരിയൊക്കെ കത്തിച്ചേക്കണ ഒരു ടവേറയില്, ബാസിയൊക്കെ പോണ ഒരു ഓട്ടോറിക്ഷയില്, അങ്ങനെ വെച്ചിട്ടാണ് നമ്മള് പോകുന്നത് ഉദയനിധിയുടെ വീട്ടിലേക്ക്. തമിഴ്നാട് CMന്റെ വീട്ടിലേക്കാണ് നമ്മള് പോകുന്നത്. വണ്ടി കയറിട്ടാ പറഞ്ഞത് മറ്റേ CMന്റെ വീട്ടിൽ. അപ്പൊ ഇയാള് മറ്റേ വണ്ടി എടുത്ത് ഇയാള് പോയി. അപ്പൊ ആദ്യം ഞങ്ങളൊരു വില ഉണ്ടാവില്ല, കുറച്ച് ദൂരം പോയി കണ സാർ നിജമോ CMന്റെ വീട്ടിലേക്ക്. അപ്പൊ ആദ്യം CMന്റെ വീട്ടിൽ പോയി ഇവരെ കണ്ടു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് അപ്പൊ ഒരു ഓട്ടം കൂടി ഉണ്ട് ചെറുത്. അടുത്തത് ഇവിടെ കമൽ ഹാസൻ കയ്യിന്ന് പോയി. പക്ഷെ അത് ഒരു ഭയങ്കര ഒരു രസമുള്ളൊരു പരിപാടിയായിരുന്നു. തമിഴ്നാട്ടില് നമുക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസ് എന്നുള്ളത് അത് മറക്കാൻ പറ്റാത്തൊരു പരിപാടിയാണ്. തിയേറ്ററിലും തിയേറ്ററിൽ ഞങ്ങള് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് അറിയില്ലായിരുന്നു. നമ്മുടെ തമിഴ്നാട്ടില് നമ്മുടെ സിനിമയിൽ ഇപ്പൊ പറയുമല്ലോ മറ്റേ ഇത്രയും കോടി ക്ലബിൽ കയറി മറ്റേ പരിപാടിയാണ്, ആളുകൾ ഇത്ര അക്സെപ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്ററിലൊക്കെ എഴുതുമായിരിക്കും. പക്ഷെ നമുക്ക് അറിയാൻ പാടില്ല ശരിക്കും നാട്ടിൽ അങ്ങനെ ഉണ്ടാവുന്ന അറിയില്ലായിരുന്നു. പക്ഷെ തമിഴ്നാട്ടിൽ ശരിക്കും നമ്മളിത് അനുഭവിച്ചു. രാത്രി ദിവസം ഫസ്റ്റ് വീക്കാണ് ഞങ്ങൾ ഇരുന്നേക്കണേ. അപ്പൊ ഇവിടെ പടം ഓക്കെ നല്ല രസമായിട്ട് പോയിക്കൊണ്ടിരിക്കണു. അവിടെ തിയേറ്ററിൽ ഞാൻ വെറുതെ തിയേറ്ററിൽ ഞാൻ ബുക്ക് ചെയ്തിട്ട് ഞാൻ തിയേറ്ററിലേക്ക് പോകണമെന്നുണ്ട്. ഞാനും ബാസിയും കൂടി പോയി. ബാസി തിയേറ്ററിൽ കരച്ചില്. ഞാൻ ഇത്രയും മറ്റേ ബാസി മറ്റേ എന്താണ് ബാസി മറ്റേ തിയേറ്ററിൽ ബാസി കരച്ചിലായത്. ഞാൻ നീ കരയണം പറ്റുന്നടാ, നാട്ടിൽ തമിഴ്നാട്ടിലെ ആൾക്കാര് ഇങ്ങനെ നമ്മുടെ പുറത്തിനെ ഏറ്റെടുക്കണമെങ്കിൽ പറ്റുന്നടാ. അത് ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. മൊത്തം മലയാളികളല്ലാത്ത ഞങ്ങൾ വിചാരിച്ച് മലയാളികളാണ് കാണുന്നത്. പക്ഷെ ഇത്രയും മലയാളികളില്ലെന്ന് തിയേറ്ററിലെ സിനിമ കഴിഞ്ഞപ്പോൾ മനസ്സിലായി. എല്ലാം മലയാളികളായിരുന്നില്ല, മിക്കതും തമിഴ് ഓഡിയൻസ് ആയിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. നമുക്കറിയാത്ത ഒരു ഭാഷയുള്ള സിനിമ വേറെ നാട്ടില് അത് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു സുഖമുള്ളൊരു ഇപ്പോൾ ഓസ്ലറിൽ തുടങ്ങി. എനിക്ക് തോന്നുന്നു അതിന് തൊട്ട് മുന്നേ കഴിഞ്ഞ ഡിസംബറിൽ ഇറങ്ങിയ നേരിൽ തുടങ്ങിയിട്ട് 2024 സംഭവ ബഹുലമായിട്ട് തന്നെ മുന്നോട്ട് പോയി. ഒരുപാട് നല്ല ഹിറ്റുകൾ വന്നു. എന്തൊക്കെയാണ് സ്വീറ്റ് മെമ്മറീസ്? ഇപ്പോൾ ഇതേപോലെ നേരിന് ശേഷം അല്ലെങ്കിൽ ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാവാൻ പറ്റി. ഇപ്പം ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് മലയാള സിനിമയുടെ ഒരു ബെസ്റ്റ് ഫേസ് ആണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പലതരത്തിലുള്ള എക്സ്പെരിമെൻ്റൽ സിനിമകൾ ഇറങ്ങുന്നു. അത് കേരളത്തിൽ മാത്രമല്ല പുറത്തും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പം നമ്മൾ പുറത്തും ഷൂട്ടിന് പോകുന്ന സമയത്ത് അവർ ഭയങ്കര മലയാള സിനിമ അങ്ങനെയാണ് അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ സിനിമകളും കണ്ടിട്ട് ഭയങ്കര അടിപൊളിയാണ്. ഇന്ന് പുറത്ത് പോകുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടാണ്, ഭയങ്കര ഹാപ്പി ആയിരിക്കില്ലേ നിങ്ങൾ ആ ഇൻഡസ്ട്രിയുടെ ഭാഗമാവാൻ, അങ്ങനെയുള്ള രീതിയിലാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. മലയാള സിനിമയ്ക്ക് ഒരു അക്സെപ്റ്റൻസ് പുറത്ത് കിട്ടുന്നത് അത് കാണുമ്പം ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു പുണ്യാളിനും ആൾക്കാർ ജനങ്ങൾ അതേപോലെ ഏറ്റെടുക്കുന്നതിനാണ് പ്രതീക്ഷിക്കുന്നത്. അർജുൻ ചേട്ടാ, ബ്രഹ്മയുഗം എന്ന് പറയുന്നത് ലൈക്ക് ഒരു മേക്കിങ്ങിൽ തന്നെ ഒരു വ്യത്യസ്തത കൊണ്ടുവന്നൊരു ചിത്രമായിരുന്നു. അതിനുശേഷം ഒരുപാട് സിനിമകളിൽ നായകനായെങ്കിലും ഇപ്പോഴും ആളുകൾ ബ്രഹ്മയുഗത്തിനെ എടുത്തു പറയുന്നുണ്ട്. ഇപ്പം ഔട്ട്സൈഡ് കേരള പോലും, ഇപ്പം നോർത്ത് ഇന്ത്യയിൽ പോലും ആളുകൾ തിയേറ്ററിൽ പോയി കാണുന്നു, അതിനെ ഇൻ്റർനാഷണലി അതിനെ അംഗീകരിക്കപ്പെടുന്നു. ഇപ്പോൾ ലെറ്റർ ബോക്സിലൊക്കെ ബെസ്റ്റ് മൂവി ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ആ ഒരു വർഷം മൊത്തത്തിൽ അപ്പോൾ ഒരു പ്രൗഡ് മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഫ്രം ബ്രഹ്മയുഗം ടു പുണ്യാളൻ, ഹൗ വാസ് ദ ജേർണി? എനിക്ക് ആക്ച്വലി തുടക്കം കിട്ടിയത് ഹോസ്റ്റലറിനാണ്. ഹോസ്റ്റലറിലെ ലാസ്റ്റത്തെ ഒരു പരിപാടിയിൽ ഞാൻ വിചാരിച്ചോണ്ടില്ല, ഒരു ദിവസം പോയി ഒരു ഹാഫ് ഡേ പോയി ഷൂട്ട് ചെയ്തിട്ട് വന്നതാണ്. അപ്പോൾ അത് അവിടെ നിന്ന് തുടങ്ങി. പിന്നെ നോക്കുമ്പോൾ ബ്രഹ്മയുഗം മറ്റേ ഫാബുലസ് ഫെബ്രുവരി ആയിരുന്നല്ലോ മലയാള സിനിമ. അപ്പൊ അത് വൻ ഹാപ്പി ആയിരുന്നു. എല്ലാ പടങ്ങളും പോയി കണ്ട് ഈ ബ്രഹ്മയുഗം ഇറങ്ങുന്ന ടെൻഷൻ പോയി കണ്ട് തീർത്തത് പ്രേമലു കണ്ടിട്ടായിരുന്നു. അത് ലൈക്ക് എല്ലാ ടൈപ്പ് ഓഫ് ജോണറിലുള്ള പടങ്ങളും മലയാളികൾ ആക്സെപ്റ്റ് ചെയ്ത് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ ഇനി വരാൻ പോകുന്ന ഡയറക്ടർമാർക്കും ഒരു പ്രചോദനമായിരുന്നു. കാരണം അവരെ വിഷൻ അല്ലെങ്കിൽ അവരെ വിഷൻ അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും നല്ല രീതിക്കാണെങ്കിൽ എന്നുള്ളൊരു
പരിപാടിയൊക്കെ ഹാപ്പി ആയിരുന്നു. പിന്നെ നമുക്കും കഥ കേൾക്കുമ്പോൾ പുതിയ ടൈപ്പ് ഓഫ് പരിപാടി പിടിക്കാനുള്ള ഒരു എൻകറേജ്മെന്റും കിട്ടിയായിരുന്നു. ഈ ബ്രഹ്മയുഗം ഇറങ്ങിയതിന് ശേഷം ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിലാണ് കൂടുതലും ഇത് കുറച്ചും കൂടി ബെറ്റർ ആവുന്നുണ്ട് എന്നുള്ളൊരു പരിപാടി വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇതിനിടയിൽ ഹരിശ്രീ ചേട്ടൻ ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അടുത്ത് കണ്ട ഏറ്റവും നല്ല കോമഡി ചിത്രം രോമാഞ്ചമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലുള്ള പോലത്തെ അതേ ചോദിക്കാൻ വന്നത്, അങ്ങനെ ഒരു അപ്രിസിയേഷൻ വീടിനകത്ത് നിന്ന് കിട്ടാറുണ്ടോ? അങ്ങനത്തെ വിമർശനങ്ങൾ പടം ചെയ്തതിൽ വെച്ചിട്ട് നിന്റെ കരിയർ ബെസ്റ്റ് പടമാണെന്ന് ആദ്യം പറഞ്ഞത് രോമാഞ്ചത്തിനെ പറ്റിയായിരുന്നു അച്ഛൻ ക്യാരക്ടർ. പിന്നീട് ബ്രഹ്മയുഗം ഇറങ്ങിയപ്പോ ആണ് ഈ പടം നീ നന്നായിട്ട് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്, സാധാരണ കണ്ടുകഴിയുമ്പോ ഓക്കെയാണ് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ മാത്രം സംസാരിക്കാറുള്ളൂ. പക്ഷെ ഈ 2 പടങ്ങളും ഭയങ്കരമായിട്ട് അച്ഛൻ സംസാരിച്ച പടങ്ങളാണ്. ഇനി എല്ലാ പടങ്ങളും അങ്ങനെ പറയട്ടെ. അതാണ് ശരിക്കും മറ്റേ അച്ഛൻ മോനെ അപ്രീഷിയേറ്റ് ചെയ്യണത് ഭയങ്കര ഭയങ്കര നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. മറ്റേ അപ്പന്മാര് മറ്റേ മക്കളെ വന്നിട്ട് കൊള്ളാം എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. കുഴപ്പമില്ല എന്നുള്ള വാക്കാണ് കൂടുതൽ ഉപയോഗിക്കുക. അതൊക്കെ മാക്സിമം. ഇത് ഭയങ്കര എനിക്ക് ഭയങ്കര ഹാപ്പി ആക്കിയൊരു പ്രൗഡ് മൊമെന്റ്. ഓക്കെ, ഈ പറഞ്ഞ പോലെ തന്നെ ഒരു തലമുറ വെച്ചിട്ട് നമ്മൾ മലയാള സിനിമേനെ സെഗ്രിഗേറ്റ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പഴയ തലമുറ ചിത്രങ്ങൾ, ന്യൂ ജനറേഷൻ ചിത്രങ്ങൾ, അതിനെ ബ്രേക്ക് ചെയ്തൊരു വർഷം കൂടിയാണ് 2024. അത് ഏത് ജനറേഷൻ ആണെങ്കിലും ക്യാരക്ടറും സിനിമയും നന്നാവണം എന്നുള്ളതിലേക്ക് എല്ലാവരും ഒന്നിച്ച് വന്നതുകൂടെയാണ്. ഇപ്പം ഈ പറഞ്ഞ എല്ലാ ചിത്രങ്ങളിലും ആ 2 തലമുറ കൂടെ ഒന്നിച്ച് വരികയാണ്. ഈ ഒരു ഗ്യാപ്പ് ഇല്ലാതാവുന്നത് മലയാള സിനിമയെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്? എനിക്കത് ആക്ച്വലി തോന്നിയിട്ടുണ്ട്. കാര്യം എല്ലാ വർഷവും അങ്ങനത്തെ പരിപാടികൾ ഉണ്ടാവുന്നുണ്ട്. പുതിയ എല്ലാ വർഷവും ന്യൂ ജനറേഷൻ സിനിമകൾ ഉണ്ടാവുന്നുണ്ട്. 90s ന്യൂ ജനറേഷൻ സിനിമ ഉണ്ടായിട്ടുണ്ട്, 95 ന്യൂ ജനറേഷൻ സിനിമ ഉണ്ടായിട്ടുണ്ട്, 2024 അത് ഉണ്ടാവും, ഇനിയും ഉണ്ടാവും. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു പടത്തിന്റെ ക്യാരക്ടർ ആ രീതിക്കല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പൊ ഫാമിലി പോയി കാണുന്ന പടം, ഇപ്പൊ മാർക്കോ വയലൻസ് ഉള്ള പടമാണ്, അപ്പൊ ആ പടത്തിന് ആ രീതിക്ക് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ രോമാഞ്ചം വൺ ഔട്ട് ആൻഡ് ഔട്ട് ഫണ്ട് പോണ പരിപാടിയാണ്. പിന്നെ ഇപ്പൊ എല്ലാവർക്കും വർക്ക്, ഇപ്പൊ ഫാമിലി എല്ലാവരും കുടുംബമായിട്ട് വന്ന് കാണണമെങ്കിൽ ഒരു കുടുംബ പടം, അല്ലെങ്കിൽ അജഗജാന്ദ്രൻ പോലത്തെ ഇടിപ്പടമൊക്കെ ആണെങ്കിൽ എനിക്ക് ഏജ് കാറ്റഗറി ആൾക്കാർക്ക് മനസ്സിലായി തിയേറ്ററിൽ വന്ന് വാച്ച് ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷെ ശരിക്കും ഞങ്ങള് ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകൾ വൈസ് നമ്മൾ ചിന്തിക്കുമ്പോൾ വി ആർ വെരി ലക്കി ടു ബി എ പാർട്ട് ഓഫ് മലയാളം സിനിമ. കാര്യം മലയാള സിനിമ ഇന്ത്യൻ സിനിമനെയോ അല്ലെങ്കിൽ വേൾഡ് സിനിമ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ്. കാര്യം നമ്മൾ അങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ പരിപാടികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കാരണം അത് തന്നെയാണ് നേരത്തെ പറഞ്ഞത്, നമ്മള് പഴയ കാലം തുടങ്ങി ന്യൂ ജനറേഷൻ സിനിമ കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ല ഹാപ്പി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണ ഒരു സൈഡിൽ കൂടി നല്ല ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ, നമ്മൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം. കാര്യം ഞങ്ങൾക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾക്ക് മറ്റേ ഇപ്പൊ ശരിക്കും വേറൊരു ഇൻഡസ്ട്രിയിലാണെങ്കിൽ ചിലപ്പോ ഇത്രയും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ, ഒരു പെർട്ടിക്കുലർ സ്റ്റൈൽ ഓഫ് പരിപാടി പിടിച്ച് നമ്മൾ ഇപ്പൊ പോകേണ്ട വരുമായിരിക്കും. ഇമേജ് കോൺഷ്യസ് ആവുന്നുണ്ടാവും. പറ്റില്ല, ഇമേജ് കോൺഷ്യസ് മാത്രമല്ലല്ലോ, ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് പരിപാടി നമുക്ക് പിടിച്ചു പോകേണ്ടി വരും. പക്ഷെ ഇതല്ല, നമ്മൾ മലയാളം സിനിമയോട് നമ്മൾ മറ്റേ പല രീതിയിലുള്ള സാധനങ്ങൾ നമുക്ക് ചെയ്യാനുള്ളൊരു ലിബർട്ടി ഉണ്ട് ഇവിടെ. ആളുകൾ അത് ഒരിക്കലും ജഡ്ജ് ചെയ്യില്ല. എല്ലാരും മറ്റേ നിങ്ങൾ സിനിമകൾ ചെയ്യൂ, നിങ്ങൾക്ക് വെറൈറ്റി സാധനങ്ങൾ വേണം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യണ ഒരു ഓഡിയൻസ് നമുക്കുണ്ട്. അത് ഭയങ്കര ഒരു പ്ലസ് ആണ് മലയാളം സിനിമ, മലയാളം ആക്ടേഴ്സിന് നമുക്ക് സ്പെഷ്യലി. ഇപ്പൊ നിങ്ങൾ എല്ലാവരും സിനിമ കാണുന്ന സിനി ഫൈൽസ് കൂടെയാണല്ലോ. ഈ വർഷം കണ്ടിട്ടുള്ളതിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തോന്നുന്ന ഏറ്റവും ബെസ്റ്റ് മൂവി എന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചിത്രങ്ങൾ പറയാമോ? കഴിഞ്ഞ വർഷം മഞ്ഞുമൽ ബോയ്സ് ആയിരിക്കും. കഴിഞ്ഞ വർഷം ബ്രഹ്മയുഗം പറയൂ. എനിക്ക് കണ്ടിട്ട് എനിക്ക് ആവേശം കണ്ടതിൽ എനിക്ക് ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടി. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തുകൊണ്ട് സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. രോമാഞ്ചം വന്നു. സ്വന്തം സിനിമ അല്ലാത്ത മറ്റൊരു സിനിമ ബ്രഹ്മയുഗം. എനിക്ക് അല്ല ആക്ച്വലി അങ്ങോട്ടും കൂടെ ആക്കണല്ല. മഞ്ഞുമൽ വളരെ നന്നായിരുന്നു. എനിക്ക് വളരെ ഒരു നമ്മുടെ മലയാള സിനിമ മറ്റേ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല പരിപാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്ന് ഞെട്ടിക്കാൻ പറ്റുന്ന ഒരു പരിപാടി. അത്
എനിക്ക് ആക്ച്വലി ഇത്രയും പടം ചെയ്തിട്ട് ആദ്യമായിട്ട് ആൾക്കാർ വിളിച്ചു പറഞ്ഞ പ്രമ്യോ. സത്യം വേറെ ആരും വിളിക്കാറില്ല പടം കണ്ടിട്ട്. ഞാനും ആക്ച്വലി വിളിച്ചായിരുന്നു. അപ്പൊ എല്ലാ ആൾക്കാരും വിളിക്കണന്നേ, ഞാൻ പോടാ അവിടെ. ഈ മിക്കപ്പോഴും ആൾക്കാർ പറയാറുണ്ട് ഒരു സിനിമയിൽ കമ്മിറ്റ് ആയിട്ട് അതിൻ്റെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കി സിനിമകൾ എങ്ങനെ ഇവോൾവ് ആവുന്നു എന്നുള്ള ജഡ്ജ്മെന്റ് ഭയങ്കര പ്രയാസമാണെന്ന് പറയാറുണ്ട്. 2024 അങ്ങനെ ഒരുപാട് സിനിമകൾ കാണാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഓഫ് കോഴ്സ് ഇതിന് സിനിമകൾ കാണും. അതിന് എന്ത് മുമ്പിലിപ്പോ എന്ത് തിരക്കാണെങ്കിലും ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഡേക്കുള്ളിൽ പടം പോയി കാണുമ്പോൾ ഞാൻ എന്റെ പടത്തിന്റെ പ്രൊമോഷൻ മുമ്പ് തന്നെ കാണാൻ ഫ്രണ്ടിൽ പല്ലുട്ടിയില്ല ഏതാ പടത്തില് മറ്റേ അവിടെ ഇരിക്കുമ്പോ മറ്റേ മുമ്പിൽ മറ്റേ ഹലോ. സിനിമയാണല്ലോ നമുക്ക് സന്തോഷം. വിഷമം വന്നാലും സിനിമ കാണും, സന്തോഷം വന്നാലും സിനിമ കാണും. എനിക്ക് ബ്രഹ്മയുഗമാണ് ആക്ച്വലി. ചേട്ടൻ ബ്രഹ്മയുഗം കഴിഞ്ഞിട്ടാണ് നമ്മുടെ പടത്തിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വളരെ കൂളായിട്ട് ഒരു കളനൊക്കെ ചെയ്ത് വെച്ചിട്ട് ഈ പടം കണ്ടപ്പോൾ ഞെട്ടിപ്പോട്ട് ഞാൻ വിളിച്ചിട്ട് ചേട്ടാ എന്തായി ചെയ്ത് വെച്ചേക്കുന്നത്. ഞെട്ടിച്ച് കളഞ്ഞ സിനിമയാണ് 2024 തന്നെയാണ് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ. ഈ 2024 ഒരുപാട് സ്വീറ്റ് മെമ്മറീസ് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ലോസസും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേരെ നമുക്ക് നഷ്ടപ്പെടുകയും കൂടെ ചെയ്തിട്ടുള്ളൊരു വർഷമാണ്. ഈ ഒരു നഷ്ടത്തെ നികത്താൻ പറ്റുന്ന രീതിയിലേക്ക് വളരേണ്ടി കൂടി ഇരിക്കുന്നു. ഈ ഒരു നഷ്ടങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? നഷ്ടപ്പെട്ടു മലയാള സിനിമയിൽ ഒരുപാട് നഷ്ടങ്ങളിപ്പോ ഇന്നലെ MT സാറ് മരിച്ചെന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. ഒരുപാട് നല്ല ബുക്കുകൾ എഴുതിയിട്ടുള്ള, ഒരുപാട് നല്ല കഥകൾ എഴുതിയിട്ടുള്ള ഒരു വ്യക്തി പോയെന്ന് അറിയുമ്പോൾ തന്നെ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അങ്ങനെ ഒരാള് ഇല്ല റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഈ നഷ്ടങ്ങൾ ആക്ച്വലി നികത്താൻ പറ്റില്ല. മലയാള സിനിമയിൽ ഏറ്റവും പ്രഗത്ഭരായ ആളുകളാണ്. നമുക്ക് അങ്ങനെ ഒരു ഇപ്പം ഞാൻ പപ്പു ചേട്ടനെ പോലെ ഒരാളെ അല്ലെങ്കിൽ ഇന്നസെന്റ് ചേട്ടനെ പോലെ ഒരാളെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് നഷ്ടങ്ങൾ എപ്പോഴും നഷ്ടങ്ങളായിട്ട് തന്നെ നമ്മുടെ ഒരു കോമൺ ഫ്രണ്ട് നിഷാദ് ഖാൻ നമുക്കത് ഇപ്പൊ ഒരു വിഷമമുള്ള മൊമെന്റ് നമ്മൾ അതിനെപ്പറ്റി അത് സംസാരിക്കാൻ ഇപ്പൊ ഈ ഓരോ സിനിമയും ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് ഉണ്ടാവും. അതിന്ന് സിനിമ ഇറങ്ങുന്നതിന് മുന്നേ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും ഇതിന്റെ രീതിയിലായിരിക്കും തിയേറ്ററിൽ റിസീവ് ചെയ്യാൻ പോകുന്നത്. പുണ്യാളൻ എങ്ങനെയായിരിക്കും സ്വീകരിക്കപ്പെടുക എന്നാണ്? എല്ലാ തരത്തിലുള്ള ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് അത്. പെർട്ടിക്കുലർലി മറ്റേ കുട്ടികള്, വലിയ ആൾക്കാർ അങ്ങനെയൊന്നുമല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും. അങ്ങനെ തന്നെ ഉദ്ദേശിച്ച് ചെയ്തൊരു സിനിമയാണത്. ആക്ച്വലി നമ്മൾ സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹമായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ നോൺ ലീനിയർ ഹൈപ്പർ ലിങ്ക് ത്രില്ലർ പടങ്ങളാണ്. അപ്പോൾ ഈ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ കളിയാക്കും ചിലപ്പോൾ, നിൻ്റെ ഈ മറ്റേ എക്സ്പെരിമെൻ്റൽ പരിപാടിയിൽ നിന്ന് പോയി ഫസ്റ്റ് ചെയ്തതല്ലേ ഇത്ര കഷ്ടപ്പെട്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ചൂസ് ചെയ്തെടുത്തൊരു സ്ക്രിപ്റ്റാണ് ഇത്. അതുകൊണ്ട് തന്നെ ആ കോൺഫിഡൻസ് ഉണ്ട്. ഇത് ഒരു ഹേറ്റേഴ്സ് ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത പെട്ടെന്ന് പറഞ്ഞു തീർക്കത്. ഭയങ്കര എക്സ്പെക്റ്റഡ് ആണ്. കാരണം ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഭയങ്കര കൊതി ഉണ്ടാവില്ല ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത്. ആ ഒരു കൊതി ഇപ്പോഴും ഉണ്ട്. ഇതിൽ ഭയങ്കര എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണോ? കാരണം പ്രമുഖത്തിൽ മറ്റേ സട്ടിൽ പരിപാടി കഴിഞ്ഞ് നേരെ വന്നത് ഇതിലേക്കാണ്. അടിച്ചു കയറ്റിട്ടുണ്ട് കുറച്ചും കൂടി ഞാൻ ഇങ്ങനെ പോകുമ്പോ അത് ക്യാരക്ടർ മാറിപ്പോയി. അപ്പൊ അങ്ങനെ ചെയ്യിപ്പിച്ച് കുറച്ച് പിടിവാശിയുള്ള ഡയറക്ടറാണ്, കുഴപ്പമില്ല. ഓക്കെ. ഇതിലെ ട്രെയിലറിൽ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം, രോമാഞ്ചത്തിലെ ചില തലകൊണ്ട് കാണിക്കുന്ന ആക്ഷൻ ബാലചേട്ടൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടോ? തലയാട്ടല്ലേ എല്ലാരും ആട്ടൂല്ലേ തലയല്ലേ ഒരു ബന്ധമില്ല. ഓക്കെ. അപ്പൊ പുണ്യാളൻ തിയേറ്ററിൽ ഇതേ വൈബ് ക്രിയേറ്റ് ചെയ്യട്ടെ, ഒരുപാട് ആൾക്കാരെ കേറ്റട്ടെ. 2025 ഒരു നല്ല തുടക്കമാവട്ടെ. താങ്ക് യു.